وسلم تسليما كثيرا كثيرا. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. وقال تعالى: يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. وقال تعالى: يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. صدق الله العظيم. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിന്റെ പേരിലുള്ള നമ്മളുടെ ഈ സദസ്സിനെ പരിപൂർണമായി കബൂലാക്കുമാറാകട്ടെ. നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാ പാപകർമ്മങ്ങളെയും അല്ലാഹു തആല നമുക്ക് മാപ്പാക്കി തരുമാറാകട്ടെ. ഇനി അവശേഷിക്കുന്ന നമ്മുടെ ജീവിതം അല്ലാഹുവിന് പൊരുത്തപ്പെട്ട നിലയിൽ പാപരഹിതമായി കഴിച്ചുകൂട്ടാനുള്ള സൗഭാഗ്യം അല്ലാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളായ നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ഭൂമിയിൽ ചൊരിഞ്ഞു തരുന്നുണ്ട്. ഇതിൽ പൊതുവായ എല്ലാവർക്കും ഒരുപോലെ അനുഭവിക്കാൻ കഴിയുന്ന അനുഗ്രഹങ്ങളുണ്ട്. അതാരുടെയും സ്വകാര്യ സ്വത്തല്ല. അത് അടിമകൾക്ക് അനുസരിക്കുന്നവർക്കും അനുസരിക്കാത്തവർക്കുമൊക്കെയായി, മനുഷ്യർക്കും മനുഷ്യേതര സൃഷ്ടിജാലങ്ങൾക്കുമൊക്കെയായി അല്ലാഹു പടച്ചൊരുക്കിയിരിക്കുന്ന നിഅമത്തുകളാണ്, അനുഗ്രഹങ്ങളാണ്. ഇവിടെ പെയ്തിറങ്ങുന്ന മഴത്തുള്ളികളും ഉദയം ചെയ്യുന്ന സൂര്യനും അതിന്റെ രശ്മികളും, ഇവിടെ ഒഴുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന നദികളും തോടുകളും, ഇവിടെ അടിച്ചു വീശുന്ന കാറ്റും, ഇതൊക്കെ തന്നെ അല്ലാഹുവിന്റെ പൊതുവായ നിഅമത്തുകളാണ്. അവന്റെ അടിമകൾക്ക് വേണ്ടി അവൻ ഒരുക്കിയിട്ടുള്ളതാണ്. എന്നാൽ അല്ലാഹു തആല ചിലർക്ക് മാത്രമായി, സ്വകാര്യമായി, വ്യക്തിപരമായി ചില നിഅമത്തുകളെ നൽകാറുണ്ട്, ചില അനുഗ്രഹങ്ങളെ കൊടുക്കാറുണ്ട്. ചിലപ്പോൾ ചില വ്യക്തികൾക്ക് മാത്രം, മറ്റു ചിലപ്പോൾ ചില കുടുംബങ്ങൾക്കും ഗോത്രങ്ങൾക്കും ദേശങ്ങൾക്കും മാത്രമായി അല്ലാഹു അവന്റെ നിഅമത്തുകളും അനുഗ്രഹങ്ങളും ചൊരിഞ്ഞു കൊടുക്കും. ഇത് ലഭിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ കുടുംബം, കുലം, ദേശം, അവര് ആ നിഅമത്തുകളുടെ പേരിൽ അല്ലാഹുവിനെ ശുക്ർ ചെയ്യുകയും അത് നൽകിയവനായ അല്ലാഹുവിനെ മറക്കാതെ അവന്റെ കൽപ്പനകളൊക്കെ അനുസരിച്ചുകൊണ്ട് ഒതുങ്ങി ജീവിക്കുകയും ചെയ്താൽ ആ നിഅമത്തുകളിൽ അല്ലാഹു വർധനവ് നൽകുകയും അതിനെ നിരന്തരമായ നിലയിൽ നിലനിർത്തി കൊടുക്കുകയും ചെയ്യും. എന്നാൽ ഏതെങ്കിലും ഒരു വ്യക്തിയോ കുടുംബമോ സമൂഹമോ അവർക്ക് ലഭിച്ചിരിക്കുന്ന നിഅമത്തുകളുടെ പേരിൽ അഹങ്കരിക്കുകയും ആ നിഅമത്തുകളെ നൽകിയവനായ അല്ലാഹുവിനെ ഓർക്കാതെ അവനെ ശുക്ർ ചെയ്യാതെ കഴിഞ്ഞുകൂടുകയും അങ്ങനെ ഒരു തിരിച്ചറിവില്ലാത്തതിന്റെ പേരിൽ അതിനെ അലക്ഷ്യമായ നിലയിൽ, അമിതമായ നിലയിൽ വ്യയം ചെയ്യുകയും ധൂർത്തടിക്കുകയും ചെയ്യുന്ന ഒരു ദുരവസ്ഥ ഉണ്ടായിത്തീർന്നാൽ അല്ലാഹു തആല കുറച്ചു കാലത്തേക്ക് അവർക്ക് സുഖം നൽകുകയും അനന്തരം ആ നിഅമത്തുകളുടെ പേരിൽ അവരെ ശിക്ഷയ്ക്ക് വിധേയരാക്കുകയും ചെയ്യും.
പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിന് ഉദാഹരണമായി ചില സംഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ സംഭവങ്ങളിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചില വ്യക്തികളെ അല്ലാഹു എടുത്തുദാഹരിച്ചിട്ടുണ്ട്. മറ്റു ചിലപ്പോൾ ചില ഗോത്രങ്ങളെയും കുടുംബങ്ങളെയും ദേശക്കാരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപമിച്ചിട്ടുണ്ട്, ഉദാഹരിച്ചിട്ടുണ്ട്. ലഖദ് കാന ലിസബഇൻ ഫീ മസ്കനിഹിം ആയ لقد كان لسبإ في مسكنهم آية جنتان عن يمين وشمال كلوا من رزق ربكم واشكروا له بلدة طيبة ورب غفور لقد كان لسبإ في مسكنهم آية. സബ എന്ന പേരിൽ അറിയപ്പെട്ട കഴിഞ്ഞകാല സമൂഹത്തിലെ ഒരു ദേശവാസികൾ അവർക്ക് അല്ലാഹു തആല നൽകിയ അനുഗ്രഹത്തിന്റെ പേരിൽ അഹങ്കരിക്കുകയും അമിതമായ നിലയിൽ അതിൽ അവർ സുഖലോലുപത പ്രകടിപ്പിക്കുകയും ചെയ്തു. ഒടുവിൽ അഹങ്കാരത്തിന്റെ തിക്തഫലം അനുഭവിക്കേണ്ട ഗതിയുണ്ടായി എന്നത് അല്ലാഹു ഉദാഹരണമായി പറയും. ഇതൊരു ദേശവാസികളുടെ അനുഭവമായി അല്ലാഹു പറയുന്നതാണെങ്കിൽ, ഇന്ന ഖാറൂന കാന മിൻ ഖൗമി മൂസാ ഫബഗാ അലൈഹിം إن قارون كان من قوم موسى فبغى عليهم وآتيناه من الكنوز ما إن مفاتحه لتنوء بالعصبة أولي القوة إذ قال له قومه لا تفرح إن الله لا يحب الفرحين. ഖാറൂൻ എന്ന പേരിൽ ഒരു വ്യക്തിക്ക് അല്ലാഹു നൽകിയ സ്വകാര്യമായ അനുഗ്രഹത്തെയും ആ അനുഗ്രഹത്തിന്റെ പേരിൽ അയാളിലുണ്ടായ അമിതമായ അഹങ്കാരഭാവങ്ങളെയും ഒക്കെ അല്ലാഹു ഉദാഹരിച്ചുകൊണ്ട് ധനത്തോട്, അത് നൽകിയവനായ അല്ലാഹുവിനോട് അതിന്റേതായ തരത്തിൽ പെരുമാറാൻ മറന്നുപോയ ഒരു മനുഷ്യന് വന്നുഭവിച്ച നാശത്തെ സംബന്ധിച്ചിട്ടൊക്കെ അല്ലാഹു നമുക്ക് ഉദാഹരണം പറഞ്ഞു തന്നു. ഇങ്ങനെ ഖുർആനിൽ ചില സമൂഹങ്ങളുടെയും വ്യക്തികളുടെയും ഗോത്രക്കാരുടെയും ഒക്കെ ഉപമകൾ ഉദാഹരിച്ചുകൊണ്ട് അല്ലാഹു നമ്മെ ബോധ്യപ്പെടുത്തുന്നത്, നമുക്ക് അല്ലാഹു തന്ന നിഅമത്തുകളിൽ അവനെ നമ്മൾ പരമാവധി ശുക്ർ ചെയ്യുക, നന്ദി രേഖപ്പെടുത്തുക. ആ നിഅമത്തുകളെ കൈവിട്ടു പോകാതെ കാത്തുസൂക്ഷിക്കുന്നതിനായി അല്ലാഹുവിന്റെ നിയമങ്ങളെ കൃത്യമായി പാലിക്കുക. ഇദാ കുൻത ഫീ നിഅമത്തിൻ ഫർഅഹ ഫഇന്ന ദുനൂബ തുദ്ഹിബുൻ നിഅം. ഉലമാക്കൾ അവരുടെ ഗ്രന്ഥവരികളിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, നിനക്ക് എന്തെങ്കിലും ഒരു നിഅമത്ത് അല്ലാഹുവിന്റെ ഭാഗത്ത് നൽകപ്പെട്ടാൽ, നീ ഒരു അനുഗ്രഹത്തിൽ അല്ലാഹുവിന്റെ നിശ്ചയപ്രകാരം അനുഗ്രഹീതനായി, അല്ലാഹു ആ നിലയിൽ നിന്നെ അനുഗ്രഹം ചെയ്തവനായി എങ്കിൽ നീ ആ നിഅമത്തുകളെ കാത്തുസൂക്ഷിക്കണം. ആ നിഅമത്തുകളെ കാത്തുസൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ അല്ലാഹുവിന്റെ നിയമത്തെ പാലിക്കുക. അല്ലാഹു നിന്നോട് കൽപ്പിച്ചിരിക്കുന്നതൊക്കെ നീ കൃത്യമായ നിലയിൽ പാലിക്കാൻ ശ്രമിക്കുക. അങ്ങനെ പാലിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ പടച്ചവൻ അതിനെ നിലനിർത്തി തരും. അതല്ലെങ്കിൽ അതിന് വിപരീതമായ പ്രവൃത്തി ദൂഷ്യത്തിന്റെ പേരിൽ, പാപകർമ്മങ്ങളുടെ പേരിൽ, തെറ്റായ നീക്കത്തിന്റെയും ചലനത്തിന്റെയും പേരിൽ ഈ നിഅമത്തുകളൊക്കെ നിന്നിൽ നിന്നും നഷ്ടപ്പെട്ടു പോകുന്നതാണ്, കൈവിട്ടു പോകുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരടിമയിൽ അവന് നൽകിയിരിക്കുന്ന നിഅമത്തുകൾ അനുഭവിച്ചു കാണാൻ ഇഷ്ടപ്പെടുന്നു. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അല്ലാഹു ഏതെങ്കിലും ഒരടിമയ്ക്ക് ഒരു നിഅമത്ത് നൽകുകയും അത് അവൻ അനുഭവിച്ച് കാണണമെന്ന് അവൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. നമ്മളൊരു പുതിയ വസ്ത്രം മക്കൾക്ക് വാങ്ങിക്കൊടുത്താൽ അവരതിട്ട് കാണാൻ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ, നമ്മളൊരു പുതിയ ഭവനം നിർമ്മാണം പൂർത്തീകരിച്ചാൽ അതിലൊന്ന് കയറിയിരിക്കാൻ നമ്മളുടെ മനസ്സിഷ്ടപ്പെടുന്നത് പോലെ അല്ലാഹു അവന്റെ അടിമകൾക്ക് നൽകുന്ന നിഅമത്തുകൾ അനുഭവിക്കുന്നത് കാണാൻ അല്ലാഹു ഇഷ്ടപ്പെടുന്നു. പക്ഷേ അത് അനുഭവിക്കുമ്പോൾ അവനിൽ അല്പം പോലും അഹങ്കാരമുണ്ടാകരുത് എന്ന് അല്ലാഹു നിർബന്ധിക്കുകയും ചെയ്യുന്നു. അല്പം പോലും അഹങ്കാരമുണ്ടാകരുത്. അങ്ങനെ അഹങ്കാരമുണ്ടായാൽ ഒരുപക്ഷെ അല്ലാഹു അവനിൽ നിന്നും ആ നിഅമത്തുകൾ തിരിച്ചെടുക്കുന്നതിനും പകരം അവനെ ശിക്ഷയ്ക്ക് വിധിക്കുന്നതിനും ഇടയാകുന്നതാണ്. ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്. ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്. നീ നിനക്ക് കിട്ടിയിരിക്കുന്ന നിഅമത്തുകളുടെ പേരിൽ അല്ലാഹുവിനെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ശുക്ർ ചെയ്യുകയും ചെയ്താൽ ആ നിഅമത്തുകളെ തീർച്ചയായും നാം അധികരിപ്പിച്ചു തന്നുകൊണ്ടേയിരിക്കുന്നതാണ്.
എന്നാൽ നീ എനിക്ക് നന്ദികേടാണ് രേഖപ്പെടുത്തുന്നതെങ്കിൽ, അനുസരണക്കേടാണ് കാണിക്കുന്നതെങ്കിൽ, ഇന്ന അദാബി ലശദീദ്, എന്റെ അദാബ് കഠിനമായിരിക്കും, എന്റെ അദാബ് ശക്തമായിരിക്കും. അതെങ്ങനെയാണെന്ന് പറയാൻ കഴിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുൻകാല സമൂഹത്തിൽ സംഭവിച്ച ഒരു കഥ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബത്തിന് പറഞ്ഞു കൊടുത്തു. തങ്ങൾ സഹാബത്തിനോട് ഉപദേശം ചെയ്യുമ്പോൾ, തഅലീം നടത്തുമ്പോൾ ഇത്തരം വിഷയങ്ങളൊക്കെ അവരുടെ മനസ്സിൽ വേണ്ടതുപോലെ രൂപപ്പെടുത്തുന്നതിന് വേണ്ടി മുൻകാല സമൂഹങ്ങളുടെ അനുഭവങ്ങളെ പാഠമായി പറഞ്ഞു കൊടുക്കുമായിരുന്നു. അക്കൂട്ടത്തിൽ ഒരിക്കൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു: ഒരു പ്രദേശം, ഒരു നാട്, അനുഗ്രഹീതമായ നാടാണ്. ആ നാട്ടിൽ അള്ളാഹുവിന്റെ അടിമകൾ നന്നായി ജീവിക്കുന്നു, അനുസരണയോടുകൂടി കഴിഞ്ഞുകൂടുന്നു. അനുസരണയോടുകൂടി അടിമകൾ കഴിഞ്ഞുകൂടുമ്പോൾ ആ പ്രദേശത്തിന് അനുഗ്രഹം ചൊരിയുക എന്നത് അള്ളാഹുവിന്റെ പതിവാണ്. സഹാബികൾക്ക് ആരംഭത്തിൽ അള്ളാഹു നൽകിയിരുന്നത് പോലെ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറഞ്ഞു, ഏതെങ്കിലും ഒരു പ്രദേശവാസികൾ പടച്ചവന്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് അനുസരണയോടുകൂടി അച്ചടക്കത്തോടുകൂടി കഴിഞ്ഞുകൂടിയാൽ അള്ളാഹു ആ നാടിന് റഹ്മത്ത് ചെയ്യുന്നതാണ്. അതെങ്ങനെയെന്ന് വെച്ചാൽ, പകൽ സമയത്ത് അവർക്ക് കൃഷി ഇറക്കുന്നതിനും കച്ചവടം ചെയ്യുന്നതിനും വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും അനുകൂലമായ കാലാവസ്ഥയെ നൽകും. രാത്രി കാലങ്ങളിൽ അവർക്ക് കുളിര് പെയ്ച്ചുകൊണ്ട് അവരുടെ കൃഷിയിടങ്ങൾക്ക് ഉപയുക്തമായ തരത്തിൽ മഴയെ വർഷിപ്പിക്കുകയും ചെയ്യും. പകല് സമയത്ത് അവർക്ക് ഇറങ്ങി നടന്ന് പണിയെടുക്കാൻ വെയില് അനുവദിക്കുകയും രാത്രി സമയത്ത് സ്വസ്ഥമായി വിശ്രമിക്കുകയും അവരുടെ കൃഷിയിടങ്ങൾക്ക് വെള്ളം ലഭിക്കുകയും ചെയ്യുന്നതിന് വേണ്ടി മഴ നൽകുകയും ചെയ്യും. എന്ന് പറഞ്ഞാൽ കാലാവസ്ഥ അള്ളാഹു അനുകൂലമാക്കി കൊടുക്കും. ഒരു പ്രദേശക്കാരോട് അള്ളാഹു തആല നിഅമത്ത് ചെയ്യാൻ വിചാരിച്ചാൽ, അവർക്ക് അനുഗ്രഹം ചെയ്യാൻ വിചാരിച്ചാൽ, അവർക്ക് അവന്റെ അനുഗ്രഹം എന്ന നിലയിൽ കാലാവസ്ഥയെ പോലും അനുകൂലമാക്കി കൊടുക്കുന്നതാണ്. അത്തരത്തിൽ ഈ പറഞ്ഞ സംഭവത്തിലെ ഒരു പ്രദേശ നിവാസികൾ അള്ളാഹുവിന്റെ പക്കൽ നിന്നും ഒരുപാട് അനുഗ്രഹങ്ങൾ അനുഭവിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടി. അനുസരണാശീലന്മാരായ അവർക്ക് ഒരു നിലയിലുള്ള അല്ലലുകളുമില്ല, ഒരു അതിക്രമ പ്രവർത്തനങ്ങളും പരസ്പരം സഹിക്കേണ്ടി വരാറില്ല. അങ്ങനെ സുഖലോലുപന്മാരായി, സമ്പന്നന്മാരായി, ധനാഢ്യന്മാരായി കഴിഞ്ഞുകൂടുന്നതിന്റെ ഇടയിൽ അവരുടെ കൂട്ടത്തിലെ ചില ചോരത്തിളപ്പുള്ള ചെറുപ്പക്കാർക്ക് തെറ്റായ ചിന്താഗതികൾ ഉണ്ടായി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിന് പറഞ്ഞു കൊടുക്കുന്ന ഒരു കഥയുടെ ഭാഗമാണിത്. അവര് പരസ്പരം കൂടി ആലോചിച്ചു, നമുക്ക് നല്ല ആരോഗ്യ ചുറുചുറുക്കുണ്ട്, ചോരത്തിളപ്പുണ്ട്, നമ്മുടെ കയ്യിൽ ആവോളം സമ്പത്തുമുണ്ട്. ഈ സമ്പത്തും ആരോഗ്യമൊക്കെ ഉപയോഗിച്ച് അനുഭവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, അടിച്ചുപൊളിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെന്താണ് ഇതുകൊണ്ട് പ്രയോജനം? ഇത് അനുഭവിക്കാനല്ലാതെ വേറെ എന്തിനാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്? അവര് മൂന്നാളുകൾ അങ്ങനെ തെറ്റായ ദിശയിൽ ചിന്തിക്കുകയും അവരുടെ ആരോഗ്യത്തെയും സമ്പത്തിനെയും ഉപയോഗപ്പെടുത്തി ആഭാസങ്ങൾക്കും അനാവശ്യങ്ങൾക്കും തുടക്കം കുറിക്കുകയും ചെയ്തു. അവർ ആ നിലയിൽ ജീവിച്ചു. സ്വാഭാവികമായും എത്ര വലിയ സമ്പന്നനാണെങ്കിലും അനാവശ്യങ്ങളുടെയും ആഭാസത്തിന്റെയും മാർഗത്തിൽ കാലെടുത്ത് വെക്കുമ്പോൾ അവൻ അറിയാതെ അവന്റെ ധനത്തിന് ചോർച്ചയുണ്ടാകും, അവന്റെ സമ്പത്തിന് ചോർച്ചയുണ്ടാകും. കുറേശ്ശെ അവന്റെ ധനം നഷ്ടപ്പെട്ട് അവന് പിന്നെയും പിന്നെയും ആർത്തി വർദ്ധിക്കുകയും അത് വെട്ടിപ്പിടിക്കുന്നതിന് വേണ്ടി അവിഹിതമായ മാർഗത്തെ അവൻ അവലംബിക്കുകയും ചെയ്യും. പതിവ് പോലെ ഇവരും കുറെ ധനം അങ്ങും ഇങ്ങുമൊക്കെ അടിച്ചു പൊളിച്ച് തീർത്തു. അവരുടെ കയ്യിലുള്ള സമ്പത്തൊക്കെ തീർന്നു. ഇനി പണം വേണം. പണമുണ്ടെങ്കിലാണല്ലോ ഈ നിലയിൽ സുഖിക്കാൻ കഴിയുക. പണം എവിടെ നിന്നുണ്ടാക്കും? ഹലാലായ മാർഗത്തിൽ, അനുവദനീയമായ മാർഗത്തിൽ അത് ഇല്ലാതെയായപ്പോൾ അവർ അവിഹിതമായ മാർഗം സ്വീകരിച്ചു. കളവ് നടത്തി, മോഷണം നടത്തി, പിടിച്ചുപറി നടത്തി, ജനങ്ങളെ പേടിപ്പിക്കുകയും അവരെ കൊള്ള ചെയ്യുകയും ചെയ്യാൻ തുടങ്ങി. നാട്ടിലെ ചുറുചുറുക്കും ആരോഗ്യവും തന്റേടവുമുള്ള ഈ മൂന്ന് കൂട്ടുകാരുടെ കൂട്ടായ്മയിൽ ആ തരത്തിൽ ചിന്തിക്കുന്ന ആളുകളൊക്കെ അംഗം ചേർന്നു. വൃത്തികേടുകളോട് എപ്പോഴും ആളുകൾക്ക് അടുപ്പം തോന്നും. അതിനോട് ആളുകൾ ചേരാൻ എളുപ്പമാണ്. ഒരു നല്ല കാര്യത്തിലേക്ക് നമ്മൾ ജനങ്ങളെ പ്രേരിപ്പിച്ചാൽ അതിലേക്ക് അവരെ അടുപ്പിക്കാൻ ഏറെ പ്രയാസകരമാണ്. എന്നാൽ ഒരു കുറ്റകരമായ തെറ്റായ പ്രവൃത്തികളിലേക്ക്, പ്രവൃത്തി ദൂഷ്യത്തിലേക്ക് ആൾക്കൂട്ടത്തെ അടുപ്പിക്കാൻ വളരെ എളുപ്പമാണ്. അവിടെ ചങ്ങാതിമാരുടെ എണ്ണം വർദ്ധിക്കും, സൗഹൃദ വലയം വിസ്തൃതമാകും, വിശാലമാകും. ആ തരത്തിൽ ഈ മൂന്നാളുകളുടെ നേതൃത്വത്തിൽ നാട്ടിൽ വൃത്തികെട്ട ആളുകളുടെ എണ്ണം വർദ്ധിച്ചു. പിടിച്ചുപറിക്കാരുടെയും കൊള്ളയും കൊലയും ചെയ്യുന്ന ആളുകളുടെയും എണ്ണം വർദ്ധിച്ചു. അവരങ്ങനെ ആളുകളെ കബളിപ്പിച്ചും തട്ടിപ്പും വെട്ടിപ്പും നടത്തിയും കളവും മോഷണവും നടത്തിയും സമ്പത്തുണ്ടാക്കി അത് അടിച്ചുപൊളിച്ച് സുഖമായി അവർ ജീവിച്ചു. സുഖലോലുപന്മാരായി കഴിഞ്ഞുകൂടുന്നതിന്റെ ഇടയിൽ അവർ വേറെ ഒന്നും ചിന്തിക്കുന്നില്ല. സാധാരണ ആ നിലയിൽ ജീവിതം ഇങ്ങനെ ഒഴുകുമ്പോൾ ആരും അതിന്റെ വരും വരായികളെ സംബന്ധിച്ചിട്ട് ആലോചിക്കാറില്ല.
എവിടെയെങ്കിലും ഒന്ന് മുട്ടി അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് തടസ്സപ്പെട്ട് നിൽക്കേണ്ടി വരുമ്പോഴാണ് ഒരു വേള കിടന്ന് ചിന്തിക്കുക അല്ലെങ്കിൽ ഇരുന്ന് ചിന്തിക്കുക. ചിലപ്പോൾ ഇരുന്നും കടന്നും ചിന്തിച്ചാലും ഇനി മടങ്ങി വരാൻ കഴിയാത്തത്ര വലിയ ഗർത്തത്തിൽ പെട്ടതിനു ശേഷമായിരിക്കും അതിനെക്കുറിച്ചിട്ട് ആലോചിക്കുന്നത്, ചിന്തിക്കുന്നത്. അതുവരെയും ഈ തരത്തിൽ നന്മയുടെ മാർഗത്തിൽ തിരുത്തി ചിന്തിക്കാൻ പലപ്പോഴും ആളുകൾക്ക് തോന്നാറില്ല. ആ തോന്നലാണ് വാസ്തവത്തിൽ മുഅ്മിനീങ്ങളായ നമുക്ക് അല്ലാഹു അനുഗ്രഹമായി ഔദാര്യമായി തരേണ്ടതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഏത് നിഅമത്തുകളുടെ മധ്യത്തിലും ഏത് സുഖലോലുപതയുടെ മധ്യത്തിലും അള്ളാഹുവിനെ പറ്റി അവന്റെ നിയമങ്ങളെ പറ്റി ഓർത്തു കഴിഞ്ഞുകൂടുവാനും ഒരു പക്ഷേ ഞാൻ അവനെ മാനിക്കാതെ പോയാൽ എനിക്ക് വരാൻ പോകുന്ന ദൂഷ്യവശത്തെ സംബന്ധിച്ചിട്ട് ബോധമുള്ളവനായിരിക്കാനും അള്ളാഹു അവന്റെ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ നമ്മളെ പഠിപ്പിച്ചു. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് വേറെ പ്രത്യേകിച്ച് ഒന്നും ചിന്തിക്കാനില്ല. സുഖലോലുപന്മാരായി കഴിഞ്ഞുകൂടുന്നു. ആവശ്യത്തിനുള്ള പണം ആരാന്റെ കീശയിൽ നിന്നും തട്ടിപ്പാക്കിയിട്ട് സ്വന്തമാക്കുന്നു. അവരെ തടസ്സപ്പെടുത്താൻ ആരുമില്ല, നിയന്ത്രിക്കാൻ ആരുമില്ല. അയഹ്സബു അല്ലം യറഹു അഹദ് അയഹ്സബു അല്ലൻ യഖ്ദിറ അലൈഹി അഹദ് യഖൂലു അഹ്ലക്തു മാലൻ ലുബദാ അയഹ്സബു അല്ലം യറഹു അഹദ്. മനുഷ്യന്റെ പൊതുവായ ആ മാനസിക അവസ്ഥയും പ്രകൃതിയെയും വിശേഷിപ്പിച്ചുകൊണ്ട് അല്ലാഹു തആല പറഞ്ഞതാണ് യഹ്സബു അല്ലൻ യഖ്ദിറ അലൈഹി അഹദ്. അവന്റെ ഈ നടത്തം കണ്ടാൽ അവന്റെ മേലെ ആർക്കും ഒരു അധികാരവുമില്ലാത്തതുപോലെ. ഉപ്പാനെ പേടിയില്ല, ജ്യേഷ്ഠന്മാരെ പേടിയില്ല, ഇക്കാക്കമാരെ പേടിയില്ല, കാരണവന്മാരെ പേടിയില്ല, അധ്യാപകന്മാരെ ഉസ്താദന്മാരെ പേടിയില്ല, നാട്ടിലെ പ്രമുഖന്മാരെയും പ്രമാണിമാരെയും പേടിയില്ല, പോലീസിനെയും പട്ടാളത്തെയും പേടിയില്ല. ഇനിയിപ്പോ ആരെയാ പേടിക്കേണ്ടത്? ഏറ്റവും കൂടുതൽ മനുഷ്യൻ ഭയക്കേണ്ട അവന്റെ രാജാതിരാജനായ മാലിക്കുൽ മുലൂക്കായ രക്ഷിതാവിനെ ഭയമില്ലെങ്കിൽ പിന്നെ ബാക്കി ആരെയാണ് അവൻ ഭയക്കുക? അയഹ്സബു അല്ല യഖ്ദിറ അലൈഹി അഹദ്. അങ്ങനെ അവന്റെ മാനസിക അവസ്ഥ ആരെയും ഭയപ്പെടാത്ത തരത്തിൽ കയറൂരി വിടാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ചാൽ അവന്റെ ചിന്താഗതി യഖൂലു അഹ്ലക്തു മാലൽ ലുബദാ യഖൂലു അഹ്ലക്തു മാലൽ ലുബദാ. എനിക്കിഷ്ടം പോലെ അടിച്ചു പൊളിക്കാൻ പൈസയുണ്ട്, സമ്പത്തുണ്ട്, ധനമുണ്ട്. സമ്പത്തും പൈസയും അങ്ങനത്തെ ആഡംബരങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ ആളുകൾ എന്നോടൊപ്പം ഉണ്ട്, ആളുകൾ എന്റെ കൂട്ടത്തിലുണ്ട്. പിന്നെ ഞാൻ ആരെ പേടിക്കണം? എന്തിനു പേടിക്കണം? അയഹ്സബു അല്ലം യറഹു അഹദ് അയഹ്സബു അല്ലം യറഹു അഹദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, എന്താ അവന്റെ ധാരണ? അയഹ്സബു അല്ലം യറഹു അഹദ്. അവനെ ആരും കാണുന്നില്ലെന്നാണോ? അവന്റെ ഈ തെറ്റായ ചിന്താഗതികളെയും ഈ തെറ്റായ ജീവിത രീതിയെയും മുകളിലിരുന്നു കൊണ്ട് ഒരുവൻ നിയന്ത്രിക്കുന്നു എന്ന ബോധം അല്ലെങ്കിൽ കാണുന്നു എന്ന ബോധം അവനില്ലാത്തതാണ് ഇതിന്റെ ഒക്കെ അടിസ്ഥാനപരമായ കാരണം. ചുരുക്കി പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവരിച്ച ആ സംഭവത്തിലെ 3 സഹോദരങ്ങളും സുഖിമാന്മാരായി ജീവിക്കുന്നു. അവർക്ക് തിരുത്തി ചിന്തിക്കാൻ പ്രത്യേകിച്ച് ഒരു അനുഭവങ്ങളും ജീവിതത്തിൽ ഉണ്ടായില്ല. പക്ഷേ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നും ഒരു പരീക്ഷണം അവർക്ക് വന്നു പിടിപെട്ടു. ഒരു ദിവസം സുപ്രഭാതത്തിൽ അവൻ എഴുന്നേറ്റ് പതിവ് പോലെ കുളിച്ചൊരുങ്ങി ഷേവ് ചെയ്ത് ചങ്ങാതിമാരോടൊപ്പം പുറത്തേക്കിറങ്ങാം എന്ന് വിചാരിച്ചു നോക്കുമ്പോൾ ഒരുവന്റെ ശരീരത്തിൽ അങ്ങിങ്ങായി തോലിൽ ചില കലകൾ കാണുന്നു, ചില അടയാളങ്ങൾ കാണുന്നു. ആ അടയാളങ്ങൾ അവനെ വല്ലാതെ ഭയപ്പെടുത്തി. അത് ഓരോ ദിവസം കഴിയും തോറും വളർന്നു വലുതായി അതിന്റെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും രൂക്ഷമായിക്കൊണ്ടേ വന്നു. അത് സാധാരണ രോഗമായിരുന്നില്ല. മനുഷ്യരൊക്കെ അറപ്പോടുകൂടി നോക്കുന്ന, വെറുപ്പോടുകൂടി നോക്കുന്ന വെള്ളപ്പാണ്ട് എന്ന ചികിത്സയില്ലാത്ത മാറാവ്യാധിയായിരുന്നു. അവന്റെ ശരീരത്തിൽ ഒരു ദിവസം പ്രത്യക്ഷപ്പെട്ട കലകൾ അവന്റെ ജീവിതത്തിന്റെ എല്ലാ വഴികളെയും തിരുത്തി ചിന്തിക്കാൻ നിർബന്ധിതനാക്കി. അവന്റെ അന്ന് വരെയുള്ള സുഖകരമായ സുഖലോലുപതയുടെ നാളുകൾക്ക് നാന്തി കുറിക്കപ്പെടുക, അതിന് പര്യവസാനം കുറിക്കപ്പെടുകയും മറ്റൊരു ജീവിത ദിശയിലേക്ക് അവൻ നിർബന്ധിതനായി നടക്കാൻ തുടങ്ങുകയും ചെയ്തു. അള്ളാഹുവിന്റെ നിശ്ചയപ്രകാരം അവന്റെ ശരീരത്തിൽ പടർന്നു പിടിച്ച ഈ രോഗം മുഖേന അത് ചികിത്സിക്കാനും മറ്റുമൊക്കെയായി അവന്റെ സമ്പത്തുകളും സാമ്പത്തിക സ്രോതസ്സുകളും നഷ്ടമായി. സ്വാഭാവികമായും ഇന്നലെ വരെ കാണാൻ കൊള്ളാവുന്ന ചെറുപ്പക്കാരൻ അവന്റെ ഒന്നിച്ചു പോയാൽ നമുക്ക് ഫ്രീ ആയി കുടിക്കാൻ കിട്ടും, കളിക്കാൻ കിട്ടും, സൗകര്യങ്ങളുണ്ടാകും. അവന്റെ നല്ല വാഹനത്തിൽ കയറിയിരുന്നു കൊണ്ട് അവൻ പോകുന്നിടത്തൊക്കെ നമുക്കും പോകാം. അതുകൊണ്ടാണ് അവന്റെ കൂട്ടത്തിൽ ചങ്ങാതിമാര് വർദ്ധിച്ചത്, കൂട്ടുകാര് വർദ്ധിച്ചത്. ഇപ്പൊ ഇനി ഇവനെന്തിനു കൊള്ളാം? ഇവന്റെ അടുക്കലേക്ക് പോയാൽ അവന്റെ ദുർഗന്ധം മുഖേന അടുത്ത് നിൽക്കാൻ തന്നെ കഴിയുന്നില്ല. അതുകൊണ്ട് സുഹൃത്തുക്കൾ അവനെ കൈവിട്ടു, ബന്ധുജനങ്ങൾ അവനെ കൈവിട്ടു, അവന്റെ സമ്പത്തുകൾ അവന്റെ കയ്യിൽ നിന്നും നഷ്ടപ്പെടുകയും നശിച്ചു പോവുകയും ചെയ്തു. ആർക്കും വേണ്ടാത്തവനായി, കാണാൻ കൊള്ളാത്തവനായി, നാട്ടിൽ ആരും അവന്റെ അരികിലേക്ക് അടുക്കുക പോലും ചെയ്യാത്തൊരു ദുരവസ്ഥയിൽ അവൻ പരീക്ഷണത്തിന് വിധേയനായി. രണ്ടാമത്തെ മനുഷ്യൻ ഇതുപോലെ ഒരു ദിവസം സുപ്രഭാതത്തിൽ എഴുന്നേറ്റ് നോക്കുമ്പോൾ അവന്റെ തലയിലെ രോമമൊക്കെ കൊഴിഞ്ഞുപോയി.
നമ്മുടെ ഭാഷയിൽ കഷണ്ടി എന്ന് പറയുന്ന കാണാൻ അറപ്പ് തോന്നുന്ന ഒരു കോലത്തോടുകൂടി അവശേഷിക്കുന്ന ചില്ലറ രോമങ്ങൾ ജടപിടിച്ച് ആളുകൾ കണ്ടാൽ പേടിപ്പെടുന്ന തരത്തിൽ അവന്റെ മുഖഭാവമൊക്കെ മാറി. അവന്റെ ശരീരത്തിൽ വന്ന ഈ വ്യക്തമായ വ്യതിയാനം അവന്റെ ജീവിതത്തിലും വല്ലാതെ സ്വാധീനം ചെലുത്തി. അവന്റെയും സമ്പത്തുകൾ ചോരാൻ തുടങ്ങി. സുഹൃത്തുക്കളും ബന്ധുക്കളുമൊക്കെ അവനെ വിട്ടുപോകാൻ തുടങ്ങി. അവനും സമൂഹത്തിൽ ആൾക്കൂട്ടത്തിൽ ഒറ്റപ്പെട്ടവനായി, ആരാലും വേണ്ടാത്തവനായി ഒരു മൂലയിൽ ഒതുങ്ങി. അവനെ നോക്കാൻ ആരുമില്ല, കാണാൻ ആരുമില്ല. ആഹാരത്തിന് പോലും ഗതിയില്ലാത്ത ഒരു ദുർഗതിയും ദുരവസ്ഥയും അവന് വന്നു പിടിപെട്ടു. മൂന്നാമത്തെ മനുഷ്യൻ അതുപോലെ ഒരു പ്രഭാതത്തിൽ എഴുന്നേറ്റ് തന്റെ കണ്ണു തുറന്ന് ഭൂമിയെ കാണാൻ, അതിന്റെ നിറങ്ങളെ അനുഭവിക്കാൻ, അതിൽ ഉദയം ചെയ്യുന്ന സൂര്യൻ ഭൂമിക്ക് വേണ്ടി വിരുന്നൊരുക്കുന്ന ആ വെളിച്ചം കാണാൻ അവൻ പ്രയാസപ്പെട്ട് കണ്ണിന്റെ ഇമകൾ ഓരോന്നും മേലോട്ടുയർത്താൻ ശ്രമിച്ചു. പക്ഷെ എത്ര ശ്രമിച്ചിട്ടും അവന് ഭൂമിയുടെ വെളിച്ചം കാണാൻ കഴിയുന്നില്ല. ഭൂമിയിലെ വിഭവങ്ങളും അതിന്റെ നിറങ്ങളും അതിന്റെ വാഗഭേദങ്ങളും അനുഭവിക്കാൻ കഴിയുന്നില്ല. ഇന്നലെ വരെ തന്റെ കണ്ണിനുണ്ടായിരുന്ന കാഴ്ചയെ അള്ളാഹു തിരിച്ചെടുത്തിരിക്കുന്നു. കാഴ്ചയില്ലാത്തവനായി, അന്ധനായി, കുരുടനായി. അയഹ്സബു അല്ലൻ യഖ്ദിറ അലൈഹി അഹദ് യഖൂലു അഹ്ലക്തു മാലൻ ലുബദാ അയഹ്സബു അല്ലം യറഹു അഹദ് അലം നജ്അൽ ലഹു ഐനൈനി വലിസാനൻ വശഫതൈനി വഹദൈനാഹു നജ്ദൈൻ. നേരത്തെ പറഞ്ഞ ആ വചനത്തിൽ എന്താ മനുഷ്യന്റെ ധാരണ? അവന്റെ മീതെ ആരും നിയന്ത്രിക്കാൻ വേണ്ടി ഇല്ലെന്നാണ് അവന്റെ ധാരണ. ഒന്ന് ആലോചിച്ചു നോക്കൂ. നീ ഇന്ന് സുഖമായി കാണുന്ന ഈ രണ്ട് കണ്ണുകളും അതിന്റെ കാഴ്ചയോടുകൂടി നിനക്ക് തന്നത് ആരാണ്? നാമല്ലേ തന്നത്. ആ കാഴ്ചയെ നാം തിരിച്ചെടുത്താൽ ഇസ്രായേൽ സന്തതികളിൽ നടന്ന 3 ചെറുപ്പക്കാരുടെ അനുഭവം 1400 ചില്ലറ വർഷങ്ങൾക്ക് മുമ്പ് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് വിവരിക്കുമ്പോൾ ഒരു പ്രഭാതത്തിൽ ഉണർന്നെഴുന്നേറ്റ് കണ്ണു തുറന്ന് ഭൂമിയുടെ വെളിച്ചം കാണാൻ ആഗ്രഹിച്ച മനുഷ്യന്റെ മനസ്സിനെ നിരാശപ്പെടുത്തിയ അനുഭവം അത്ഭുതത്തോടുകൂടിയാണ് സഹാബത്ത് കേട്ടത്. എന്നാൽ കാലം കുറെ കടന്ന് ജീവിതത്തിന്റെ സുഖലോലുപതകൾ അതുപോലെ വർദ്ധിക്കുകയും വൃത്തികേടുകൾ അതിനേക്കാൾ ഏറെ അധികരിക്കുകയും ചെയ്ത ഈ കാലഘട്ടത്തിൽ ഞാൻ നിങ്ങളോട് ഇത് ആവർത്തിച്ച് പ്രസംഗിച്ച് കേൾപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഇങ്ങനെ സുപ്രഭാതത്തിൽ കണ്ണിന് കാഴ്ച നഷ്ടപ്പെടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു അത്ഭുതമൊന്നുമല്ല. വളരെ സർവ്വസാധാരണമായി മാറി ഈ കാലഘട്ടത്തിൽ. ഒരാൾക്ക് പ്രഷർ കൂടി അല്ലെങ്കിൽ ഷുഗർ കൂടി, കണ്ണിന് തിമിരം ബാധിച്ചു, അല്ലെങ്കിൽ ഷുഗറിന്റെ ആധിക്യത്താൽ കണ്ണിലേക്ക് വരുന്ന ഞരമ്പ് ദ്രവിച്ചുപോയി, അതുകൊണ്ട് അവന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയി എന്നൊക്കെ നമ്മൾ എത്ര അനുഭവങ്ങളാണ് കണ്ടറിയുന്നത്. അള്ളാഹു നമ്മളൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മൾക്ക് നൽകിയിരിക്കുന്ന നമ്മളുടെ നിഅമത്തുകൾ, നമ്മളുടെ കണ്ണിന്റെ കാഴ്ചയും കാതിന്റെ കേൾവിയും നമ്മളുടെ ബുദ്ധിയുടെ സ്ഥിരതയും ആരോഗ്യ അവയവങ്ങളുടെ ഒക്കെ ഈ ക്ഷമതയും അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. മരണം വരെ നമുക്ക് അള്ളാഹു ആഫിയത്ത് തരുമാറാകട്ടെ, ഇസ്സത്ത് തരുമാറാകട്ടെ, ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, ശുക്റിന്റെ മനസ്സ് നൽകി അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അഹങ്കാരത്തോടുകൂടി ചോരത്തിളപ്പും സമ്പത്തും ഉപയോഗിച്ചുകൊണ്ട് സമൂഹത്തെ വെല്ലുവിളിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടിയ ധിക്കാരികളായ 3 ആളുകൾക്ക് അവർ പ്രതീക്ഷിക്കാത്ത പൊടുന്നനവെ വന്നുപെട്ട ഈ വിഷമത്തെ സംബന്ധിച്ചിട്ട് സഹാബത്തിനോട് വിശദീകരിച്ചു. 3 പേരും മൂലക്കായി. അവരെ നോക്കാൻ ആരുമില്ല, അവരെ ശ്രദ്ധിക്കാൻ ആരുമില്ല. കുറച്ചു കാലം അവർ സുഖിമാന്മാരായി ജീവിച്ചിരുന്നതിനേക്കാൾ ഏറെ ഏകാന്തത അനുഭവിക്കുകയും അതിന്റെ വിഷമങ്ങളും ദുരിതങ്ങളും ഒക്കെ പേറുകയും ചെയ്തുകൊണ്ട് കഷ്ടപ്പെട്ടു, അവർ പ്രയാസപ്പെട്ടു. അങ്ങനെ വെള്ളപ്പാണ്ട് പിടിച്ച് മൂലയിലിരിക്കുന്ന മനുഷ്യന്റെ വീട്ടിലേക്ക്, കൂരയിലേക്ക് ഒരു ദിവസം ഒരു മനുഷ്യൻ കടന്നു വന്നു. കാണാൻ കൊള്ളാവുന്ന മനുഷ്യൻ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആ മനുഷ്യൻ കടന്നു വന്നുകൊണ്ട് ഈ വെള്ളപ്പാണ്ടുകാരനായ ആളെ സമീപിക്കുകയും അയാൾക്ക് സലാം പറയുകയും അയാളോട് വിശേഷം അന്വേഷിക്കുകയും ചെയ്തു. എന്തു പറ്റി നിങ്ങൾക്ക്? എന്താ നിങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചു. അയാളുടെ ദുഃഖം അത് ആരോട് പങ്കുവെക്കണമെന്നറിയാതെ ഉള്ളിൽ ഇങ്ങനെ സഹിച്ച് ക്ഷമിച്ച് കഴിഞ്ഞുകൂടുകയായിരുന്നു. ആ കരച്ചിൽ കേൾക്കാൻ പോലും ആരുമില്ല. ആ ദുഃഖം കേൾക്കാനോ പങ്കുവെക്കാനോ ആരുമില്ലാതെ അയാൾ പ്രയാസപ്പെടുമ്പോൾ ഒരു മനുഷ്യൻ കടന്നു വന്നുകൊണ്ട് തന്റെ അരികിലിരുന്ന് തന്റെ സുഖദുഃഖത്തെ സംബന്ധിച്ചിട്ട് അന്വേഷിക്കുന്നു. അയാൾ ഉള്ളു തുറന്നുകൊണ്ട് കരഞ്ഞു പറഞ്ഞു, എന്റെ അവസ്ഥ, എനിക്ക് പടച്ചവൻ കുറെ നിഅമത്ത് തന്നു, ആരോഗ്യം തന്നു, പണം തന്നു, ചങ്ങാതിമാരെ തന്നു, അതൊക്കെ ഞാൻ ഉപയോഗിച്ചിട്ട് അഹങ്കാരം കാട്ടി അടിച്ചു പൊളിച്ച് ജീവിച്ചു. ഒടുവിൽ ഞാൻ പ്രതീക്ഷിക്കാത്ത നിലയിൽ എന്റെ പിടിയിൽ ഒതുങ്ങാത്ത തരത്തിൽ ഇതാ ഈ കാണുന്ന രോഗത്തെ അള്ളാഹു തന്നു. അതോടുകൂടി ഞാൻ മൂലയ്ക്കായി. എന്റെ അവസ്ഥയിൽ എന്നെ സഹായിക്കാൻ ആരുമില്ല, തിരിഞ്ഞു നോക്കാൻ പോലും ആരുമില്ല. ഈ വന്ന മനുഷ്യൻ ചോദിച്ചു, ആട്ടെ, ഞാൻ നിന്നോട് ചോദിക്കുന്നു, എങ്ങാനും നിന്റെ റബ്ബ്, മുൻകാലത്ത് നിനക്ക് ആരോഗ്യം തന്നവനായ റബ്ബ്, സമ്പത്ത് തന്നവനായ റബ്ബ്, ചുറുചുറുക്കും രക്തത്തിളപ്പും ചങ്ങാത്തവും ചങ്ങാതിമാരും തന്നവനായ നിന്റെ റബ്ബ്
ഇനി ഒരിക്കൽ കൂടി നിനക്ക് അതൊക്കെ മടക്കി തന്നാൽ എന്താവും നിന്റെ അവസ്ഥ? അയാള് അധികം ഒന്നും ആലോചിക്കാതെ ഇടയിൽ കയറി പെട്ടെന്ന് പറഞ്ഞു, അല്ലാഹുൽ സത്യമായി ആ കരുണയുള്ളവനായ റബ്ബിനെ ഞാൻ ഇനി ഒരിക്കലും മറക്കൂല, ഒരിക്കലും അള്ളാനെ ഞാൻ മറക്കൂല. അവൻ എനിക്കിനി ഒരിക്കൽ കൂടെ തിരിച്ചു തന്നാൽ ഞാൻ ഒരിക്കലും അവനെ മറക്കുകയില്ല. ഒരു പ്രാവശ്യം മറന്നതിന്റെ ദുരന്തം ഞാൻ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇനി ഒരിക്കലും ഞാൻ അവനെ മറക്കുകയില്ല. ശരി, എങ്കിൽ അള്ളാഹു നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആ വന്ന മനുഷ്യൻ ഇദ്ദേഹത്തിന്റെ ശരീരമാസകലം ആ വന്ന ആളിന്റെ കൈകൊണ്ട് ഒന്ന് തടകി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വന്നത് മനുഷ്യനായിരുന്നില്ല. ഈ മനുഷ്യനെ പരീക്ഷിക്കാൻ വേണ്ടി, അഥവാ ആ പരീക്ഷണത്തെ ഒരു കഥയാക്കി സംഭവമാക്കി വരുംകാല സമൂഹത്തിൽ എന്നെയും നിങ്ങളെയും പോലെയുള്ള ബുദ്ധിജീവികളെ കേൾപ്പിക്കാൻ വേണ്ടി അള്ളാഹു അയച്ച ഒരു മലക്കായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ആ മലക്ക് ആ മനുഷ്യരൂപത്തിൽ വന്നുകൊണ്ട് വെള്ളപ്പാട്ടുകാരനെ ഒന്ന് തടകിയപ്പോൾ അയാളുടെ ശരീരം പൂർവ്വസ്ഥിതി പ്രാപിച്ചു. നല്ല ചർമ്മം, നല്ല തോല്, പഴയ നിറവും ഓജസ്സും തേജസ്സും ഒക്കെ അയാൾക്ക് തിരിച്ചു കിട്ടി. എന്നിട്ട് ആ വന്ന മനുഷ്യൻ പറഞ്ഞു, ആട്ടെ, ഇനി നിനക്ക് സുഖമായി ജീവിക്കാൻ എന്തെങ്കിലും ഒരു പണി വേണ്ടേ, ഒരു വരുമാന മാർഗം വേണ്ടേ? ഇതാ ഞാൻ എന്റെ വകയായി നിനക്കൊരു ഒട്ടകത്തെ തരാം. ഈ ഒട്ടകത്തെ പോറ്റിയിട്ട് ഇനി സ്വസ്ഥമായി ജീവിച്ചു. ഇനി ആളെ പിടിച്ചു പറിക്കാൻ പോകരുത്, തട്ടിപ്പും വെട്ടിപ്പിനും ഒന്നും പോകരുത്. ഈ ചങ്കൂറ്റവും ചുറുചുറുവൊക്കെ ഉപയോഗിച്ച് അള്ളാനെ പേടിച്ച് അനുസരിച്ച് ജീവിച്ചോണം. അനുസരണക്കേടൊന്നും കാണിക്കരുത്. ഈ ഒട്ടകത്തെ പോറ്റി ജീവിച്ചോളുക. ഭയങ്കര സന്തോഷമായി. തടിച്ചു കൊഴുത്ത് പ്രസവിക്കാൻ കാത്തു നിൽക്കുന്ന ആ ഒട്ടകത്തെ സ്വന്തമായി കിട്ടിയപ്പോൾ, അതിലുപരി തന്റെ ആരോഗ്യവും തന്റെ പഴയകാല ഓജസ്സും ഒക്കെ തനിക്ക് മടക്കി കിട്ടിയപ്പോൾ അയാള് എന്തെന്നില്ലാതെ സന്തോഷിച്ചു. കുറച്ചു കാലമൊക്കെ ഈ പറഞ്ഞ കഥകളൊക്കെ ഓർത്തുകൊണ്ട് സ്വസ്ഥമായി അവൻ ജീവിച്ചു. ആരെയും അടങ്ങേറാക്കിയില്ല, ആരെയും ഉപദ്രവിച്ചില്ല. പക്ഷേ മനുഷ്യനാണല്ലോ, മനുഷ്യന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ കുറച്ചു കാലമേ അവൻ ഈ പാഠങ്ങളൊക്കെ ഓർമ്മയുണ്ടാവുകയുള്ളൂ. എന്തെങ്കിലുമൊക്കെ സുഖലോലുപത വർദ്ധിക്കുമ്പോൾ അവൻ അറിയാതെ അവന്റെ പഴയ കഥകളൊക്കെ മറന്നുപോകും. നടന്നു വന്ന വഴികളൊക്കെ മറന്നുപോകും. കയറി വരാൻ വേണ്ടി ആരെങ്കിലും ഒരു ഏണി വെച്ച് തന്ന് സഹായിച്ചിട്ടുണ്ട്. ഏണിയിൽ കയറി അവൻ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആ ഏണിയെ മറന്നുപോകും, ഏണി വെച്ചവനെയും മറന്നുപോകും. പിന്നെ കുറെ കാലം കഴിഞ്ഞിട്ട് തിരിച്ചിറങ്ങണമെന്ന് തോന്നുമ്പോഴാണ് ഏണിയെക്കുറിച്ച് ആലോചിക്കുക. അന്ന് ഈ ഏണി ഇല്ലാതെയാകുമ്പോൾ, അത് വെച്ചു തന്ന ആളില്ലാതെയാകുമ്പോൾ പിന്നെ ഏറ്റവും ഉയരത്തിൽ എത്തിപ്പെടാൻ അവസരമൊരുക്കിയ നിനക്ക് അത്രയും ഉയരത്തുനിന്ന് താഴോട്ട് തുള്ളേണ്ടി വരും, ചാടേണ്ടി വരും. അങ്ങനെയാണ് നടുവൊടിയുകയും സകലതും നശിക്കുകയും ചെയ്യുന്നത്. മനുഷ്യൻ കടന്നു വന്ന വഴികൾ മറക്കുന്നു. അതവന്റെ പ്രകൃതമാണ്. അതുപോലെ ഈ മനുഷ്യനും അള്ളാഹു തന്ന അവന്റെ നിഅമത്തുകളിൽ അഹങ്കരിച്ചതിന്റെ പേരിൽ അവന് വന്നുപെട്ട പരീക്ഷണത്തെ അവൻ മറന്നു. ആ പരീക്ഷണത്തിന് ശേഷം തനിക്ക് പടച്ചവന്റെ ഭാഗത്ത് പ്രത്യേക അനുഗ്രഹം പോലെ ഒരിക്കൽ കൂടി നൽകിയ ആ അവസരത്തെയും ആ അവസരത്തിലൂടെ എനിക്ക് അനുവദിച്ചിട്ടുള്ള സാമ്പത്തിക ശേഷിയെയും ഒക്കെ ഞാനങ്ങ് മറന്നു. വീണ്ടും അവൻ പഴയതുപോലെ ചങ്ങാതിമാരൊപ്പം കൂടി അനാവശ്യങ്ങളിലും ആഭാസങ്ങളിലും വൃത്തികേടുകളിലും ഒക്കെ മുഴുകി നന്നായി ജീവിതം അടിച്ചു പൊളിച്ച് ആസ്വദിച്ചു, അനുഭവിച്ചു. രണ്ടാമത്തെ മനുഷ്യനും ഇതുപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, കഷണ്ടി ബാധിച്ച് ആളുകളുടെ ഇടയിൽ ഇറങ്ങി നടക്കാൻ നാണക്കേടായി, ആളുകൾ ആരും അടുപ്പിക്കാതെയായി, കൂരയുടെ ഉള്ളിൽ അവനുണ്ടായിരുന്ന സ്വത്തും വലിയ പറമ്പും ഒക്കെ വിറ്റ് പറക്കി ഒരു കൂരയിൽ ഒറ്റയ്ക്ക് കഴിഞ്ഞുകൂടുമ്പോൾ ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ കഷ്ടപ്പെടുന്ന ഒരു പ്രഭാതത്തിൽ അതാ ഒരു സുമുഖനായ മനുഷ്യൻ കടന്നു വരുന്നു. അയാൾക്ക് എന്തെന്നില്ലാത്ത ആഹ്ലാദം തോന്നി. കാരണം എന്റെ സ്വന്തക്കാരും ബന്ധുക്കളും തന്നെയും എന്നെ ഇട്ടിട്ട് അകന്നു പോവുകയും ആരും അരികിലേക്ക് വരാൻ പോലും മറച്ചു നിൽക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ആരാണാവോ ഇങ്ങോട്ട് കടന്നു വരുന്നത്? അയാൾ കടന്നു വന്നു, അരികിൽ വന്നിരുന്നു, സ്നേഹത്തോടുകൂടി പലതും